എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാളെ ഇൻട്രാഡയ്ക്ക് പറ്റിയ ഒരു 3 ഷെയർസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഷെയർസ് നമ്മളെ ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇൻട്രാഡേ ക്യാൻഡിൽ ഇന്ന് നിഫ്റ്റി ഇത്രയധികം താഴ്ന്നിട്ടും ഈ ഷെയർസ് നല്ല അപ്സൈഡ് മൊമെൻറ്റം കാണിച്ച ഷെയർസാണ്. അപ്പോൾ നാളെ ഈ പറയുന്ന ലെവൽസിൽ കിട്ടിയാൽ മാത്രമേ ഇതൊരു ഇൻട്രാഡേക്ക് സൂട്ടബിൾ ആവുന്നുള്ളൂ. ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ആയി ഓപ്പൺ ചെയ്താൽ ഇത് ഇൻട്രാഡേക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൂടാതെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് കൃത്യമായിട്ട് പാലിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ആദ്യത്തെ ഷെയർ ബാൽമല്ലോർ. ബാൽമല്ലോർ നമുക്കറിയാം നന്നായിട്ട് കയറിപ്പോയി, ഇന്ന് നന്നായിട്ട് കയറിപ്പോയി. അത് കൂടാണ്ട് ചെറുതായിട്ടൊരു ഒരു പുൾ ബാക്ക് വന്നു. അതിനുശേഷം ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തു. കുറേ നേരം ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ചിൽ ചെറിയൊരു റേഞ്ച്. അപ്പോൾ അത് 259 ക്ലോസ് റേറ്റ്. അപ്പോൾ നമുക്ക് 262ലും 258നും ഇടയിൽ കിട്ടിയാൽ മാത്രമേ ഇതൊരു ബൈ ചെയ്യേണ്ടതുള്ളൂ. 258ലും കിട്ടിയാൽ നമുക്കൊരു ബൈക്ക് ഇതാക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഈ സപ്പോർട്ടാണ് സ്റ്റോപ്പ് ലോസ്. അതായത് സ്റ്റോപ്പ് ലോസ് പോയിന്റ് 254. ഇന്നത്തെ ഇടിഞ്ഞ മാർക്കറ്റിലും ഇത് ഇത്രയും കയറി നിൽക്കുന്നതുകൊണ്ട് നാളെ ഒരു അപ്സൈഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഇൻട്രാഡേ ചാർട്ട് നമ്മൾ നോക്കിയാൽ ഇതാണ് ഇൻട്രാഡേ ചാർട്ട്. കണ്ട, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു 264 കഴിഞ്ഞാൽ ഒരു വലിയൊരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 264 മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റോ ഇതിൽ നമുക്ക് കിട്ടാവുന്നതാണ്. മുകളിൽ ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് വീണ്ടും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇതിൽ. അപ്പോൾ 254 കൃത്യമായ സ്റ്റോപ്പ് ലോസ്. നമ്മൾ അടുത്ത ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് BHEL ആണ്. ഇതാണ് BHELൻ്റെ ചാർട്ട്. BHEL നല്ലൊരു പോലെ കയറി ഇന്ന്, അതിനുശേഷം ഒരു ചെറുതായിട്ട് പുൾ ബാക്ക് വന്നിട്ട് ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ നിൽക്കണം. അതുകൊണ്ട് ലാസ്റ്റ് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നന്നായിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് 208.70. അപ്പോൾ നമുക്ക് 210നും 208നും ഇടയിൽ നമുക്ക് കിട്ടിയാലാണ് ഇത് മേടിക്കാൻ സൂട്ടബിൾ ഉള്ളത്. 205 കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിച്ചിരിക്കുന്നത്. 205 നമ്മളെ സ്റ്റോപ്പ് ലോസ് ഏരിയ. അതായത് ഈ സപ്പോർട്ടാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പോൾ ഇതാണ് 15 മിനിറ്റിൻ്റെ ചാർട്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. BHELൻ്റെ ഇൻട്രാഡേ ചാർട്ട് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു, ചെറിയൊരു റെസിസ്റ്റൻസ് ബ്രേക്ക്. അപ്പോൾ നാളെയും ഒരു അപ്സൈഡ് മൊമെൻറ്റ് ഇതിൽ വരാനായിട്ട് സാധിക്കുന്നത്. ഇന്നൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അപ്സൈഡിൽ നാളേക്കും നമുക്കൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ 205 കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കിത് പരിഗണിക്കാവുന്നതാണ്. നമ്മളെ അടുത്ത ഷെയർ ടെക്സ്റെയിലാണ്. ടെക്സ്റെയിൽ എന്ന് പറയുന്ന ഇതാണ്. 187.90 റേറ്റ്. 190നും 186നും ഇടയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് 190ഉം 186 റേഞ്ച്, അതാണ് നമ്മളെ ബൈയിങ് ഏരിയ, ബൈയിങ് റേഞ്ച്. കൃത്യമായ സ്റ്റോപ്പ് ലോസ്, ഒരു വൈഡ് സ്റ്റോപ്പ് ലോസ് ആണത്. അതായത് ഈ റേഞ്ചാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഉണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്, ഒരു സോൺ ഇത്. അപ്പോൾ ഇത് 182 കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിച്ചിരിക്കണം. ഒരു അപ്സൈഡ് മൊമെൻറ്റോ ഇതിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്കിതിൻ്റെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ
ടെക്സ്റെയിലിൻ്റെ ഇൻട്രാഡേ ചാർട്ട് ഇതാണ് ടെക്സ്റെയിൽ. കണ്ട ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൽ നിൽക്കുന്ന ഷെയർ തന്നെയാണിത്. ഇവിടെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ട്. അപ്പോൾ ഇതും ഒരു അപ്സൈഡ് മൊമെൻറ്റം നാളെ തരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിച്ചുകൊണ്ട് വേണം ഓരോ ട്രേഡും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.